സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗോസിപ്പാണെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഒരു നടന്ന സംഭവമാണ്. പിന്നെ ഇങ്ങനെ ഗോസിപ്പ് എന്ന് പറയും. അതായത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും കാവ്യാമാധവൻ്റെയും മീനാക്ഷിയുടെയും കഥ തന്നെയാണ്. അതായത് മഞ്ജു വാര്യരുടെയും കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോഴേ ഒരുപാട് പേര് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഒരുപാട് നല്ല പ്രേക്ഷകരുണ്ട്. മഞ്ജുവിനെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അതായത് സ്വന്തം വീട്ടുകാരാണ്. ഇപ്പോൾ ദിലീപിന് പണ്ടൊക്കെ നമ്മളെല്ലാവരും നൽകിയ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ, അയൽ വീട്ടിലെ ഒരു പയ്യൻ, ഇല്ലെങ്കിൽ ഒരു ഏട്ടൻ, ഇല്ലെങ്കിൽ ഒരു സഹോദരൻ, അമ്മമാർക്കാണെങ്കിൽ ഒരു മൂത്ത മകൻ, അങ്ങനെയുള്ള സ്ഥാനമായിരുന്നു ദിലീപിന് നൽകിയത്. എന്നാൽ ഈ കുറച്ച് നാളായിട്ട് ദിലീപിൻ്റെ സിനിമയൊക്കെ അങ്ങനെയുള്ള സിനിമകളായതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിലീപിനെ എല്ലാവരെയും ഈ നമ്മുടെ കള്ളം മാധവനായിട്ടും അതുപോലെ ലയണിലെ ആ ഒരു ചെറുപ്പക്കാരനായിട്ടും ഇങ്ങനെയൊക്കെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ ഒരു വലിയൊരു ബാന്ദ്രയിലെ വലിയൊരു കൊള്ളക്കാരനായിട്ട് കാണാനോ ഇല്ലെങ്കിൽ ഒരു അധോലോകമായിട്ട് കാണാനോ, എന്തിനധികം പറയുന്നു, ഇപ്പോഴടുത്തിറങ്ങിയ കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ദിലീപ് എന്ന് പറയുന്ന നടനെ അങ്ങനെയൊന്നും ആർക്കും കാണണ്ട. അതാണ് എല്ലാവർക്കും കാണേണ്ടത് ഈ കള്ളം മാധവനെ പോലെയുള്ള എങ്ങനെയുള്ള വേഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യാൻ ദിലീപ് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് വേറെ ഒന്നുമല്ല, ദിലീപിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ മമ്മൂക്കയാണ്. ദിലീപിനെ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയ്ക്ക്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ആദ്യമായിട്ടൊരു ചാൻസ് കിട്ടി. ഈ സിനിമയിൽ ജോഷിയുടെ സിനിമയാണ്. ഈ വിക്രമൊക്കെ അഭിനയിക്കുന്ന കാലമാണ്. അതായത് വിക്രമുണ്ട്, അതുപോലെ മുകുന്ദനുണ്ട്, ദിലീപുണ്ട്, ഇങ്ങനെ അഭിയുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ നായകനായിട്ട് മമ്മൂക്കയാണ്. അപ്പോൾ ദിലീപ് അവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ ചോദിച്ചു, എടോ താൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദിലീപ് ഞെട്ടിപ്പോയി. കാരണം മെഗാസ്റ്റാറാണ് ചോദിക്കുന്നത്. ഉണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തൻ്റെ കോമഡിയൊക്കെ ഞാൻ കാണാറുണ്ട്, കൊള്ളാം, തനിക്ക് ഭാവിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദിലീപിന് വലിയ സന്തോഷമായി. കാരണം അന്ന് ദിലീപ് മെലിഞ്ഞിരിക്കുക. അപ്പോൾ കോമഡിയൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു അവാർഡാണെന്നാണ് ദിലീപ് പിന്നീട് പറഞ്ഞത്. ഏതായാലും മമ്മൂക്ക വിളിച്ചു പറഞ്ഞു, തനിക്ക് എപ്പോഴും ഇവിടെ ഒരു സ്ഥാനമുണ്ട്, എൻ്റെ അടുത്ത സീറ്റിൽ ഇരിക്കാം, തനിക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് താൻ കളഞ്ഞു കുളിക്കരുത് എന്നൊരു ഉപദേശവും മമ്മൂക്ക കൊടുത്തു. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിന് വച്ചടി കയറ്റമായിരുന്നു. മമ്മൂക്കയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപിൻ്റെ ഉയർച്ച കണ്ടിട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ജയറാമിനും ഒക്കെ ഭീഷണിയായിട്ട് വരെ ദിലീപിൻ്റെ ഒരു വളർച്ച കണ്ടു എന്നുള്ളതാണ്. അതായത് ദിലീപിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റാകുന്നു. ഇവരുടെയൊക്കെ സിനിമകൾ മൂക്കുകുത്തി താഴെ വീഴുന്നു, ചില സിനിമകൾക്ക് കൂവൽ വരുന്നു. അപ്പോഴെല്ലാവരും പറയുന്നു ദിലീപ് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൂവിക്കാൻ കൊണ്ടുപോയി എന്നാണ്. അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള ആരോപണങ്ങളും ദിലീപിന് എതിരെ വന്നിരുന്നു. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ദിലീപും മമ്മൂക്കയും നല്ല കൂട്ടുകാരാണ്. അതുപോലെ തന്നെ ഒരു മൂത്ത സഹോദരൻ, എന്ത് കാര്യമുണ്ടെങ്കിലും മമ്മൂക്കയുമായി സംസാരിക്കും. അത്രത്തോളം സ്നേഹമാണ്. അതുപോലെ വീട്ടുകാരാണെങ്കിലും മഞ്ജു വാര്യരാണെങ്കിലും മമ്മൂക്കാൻ്റെ വീട്ടിലൊക്കെ പോകും. തിരിച്ചിങ്ങോട്ടും മമ്മൂക്ക സന്ദർശനങ്ങളൊക്കെ നടത്തും. അമ്മയെ കാണാനൊക്കെ മമ്മൂക്ക വരും. മമ്മൂക്കയും ഫാമിലിയും ഒക്കെയാണ് വരിക. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ആ ഒരു വാർത്ത വന്നത്. അതായത് മഞ്ജു വാര്യരും ദിലീപും പിരിയുന്നു എന്ന്. അത് മമ്മൂക്കയുടെ കുടുംബത്തിന് തന്നെ വലിയൊരു ആഘാതമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ജ്യേഷ്ഠന് സഹോദരൻ, അത്ര ബന്ധമാണ് മമ്മൂക്കയായിട്ട്. അങ്ങനെ മമ്മൂക്കയുടെ കുടുംബത്തിന് പോലും അതൊരു വലിയൊരു ആഘാതമായിരുന്നു. കാരണം ഇവർ പിരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെയൊന്നും കരുതിയതേയല്ല. കാരണം അത്രയും സ്നേഹത്തിൽ പോകുന്നൊരു കുടുംബമാണ്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പിരിയ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത്രത്തോളം വിഷമമായിരുന്നു. ഏതായാലും അങ്ങനെ വേർപിരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു വാർത്തയും കൂടി വരുന്നത്. അതായത് മമ്മൂക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം തൻ്റെ സഹോദരനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തിയെ താൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും, എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും എന്നുള്ള ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി. അതായത് ദിലീപിൻ്റെ ആ ഒരു കേസ് നമുക്കെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ കേസിൽ 85 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നു. എന്നിട്ട് മമ്മൂക്ക വിചാരിച്ചു, കുറച്ചെങ്കിലും മമ്മൂക്ക വിചാരിച്ചില്ല തൻ്റെ സഹോദരൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അവൻ ആ തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴും ചില വാർത്തകളും കാര്യങ്ങളും പോലീസ് ഓഫീസർമാർ പറയുന്ന തെളിവുകളും ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ ദിലീപ് തീയില്ലാതെ പോകുകയുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ
ദിലീപിനാണെങ്കിൽ 85 ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലും ആക്കിയപ്പോഴും മമ്മൂക്കയ്ക്ക് ചെറിയൊരു ചാഞ്ചാട്ടം വന്നു എന്നുള്ളത് നേരാണ്. അപ്പോൾ അതിന് അദ്ദേഹം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബവും. കാരണം മറ്റെന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊന്ന് പോയി സമാധാനിപ്പിക്കാം, പക്ഷേ ഈ ഒരു കേസിൽ എങ്ങനെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ ഒരുപാട് വിഷമിച്ച് മമ്മൂക്ക ഏതായാലും ദിലീപ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് സമാധാനമായി. ഇപ്പോഴേ പിന്നെ എന്താ പറയേണ്ടത്, ദിലീപ് സജീവമായിട്ട് സിനിമാ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ദിലീപുമായിട്ട് നല്ല രീതിയിൽ പഴയ പോലെ തന്നെ സൗഹൃദം ഇപ്പോൾ എല്ലാ നടന്മാരും, ഒരുപാട് നടന്മാരുണ്ടല്ലോ, എല്ലാവരും ഇപ്പം ദിലീപുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അല്ലാതെ ദിലീപിനെ ഇപ്പോൾ ആരും മാറ്റി നിർത്തുന്നൊന്നുമില്ല. ഏതായാലും കേസിൻ്റെ വഴിക്ക് പോട്ടെ, കേസ് കോടതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതി എന്നുള്ള തരത്തിൽ എല്ലാവരും എത്തിയിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ദിലീപുമായിട്ട് സഹകരിക്കുന്നതിലോ ഇല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊന്നും ആർക്കും ഒരു പ്രശ്നമോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മമ്മൂക്ക ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് ദിലീപിൻ്റെ വീട്ടിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നിനുമല്ല, ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷി. അപ്പോൾ മീനാക്ഷി ഇപ്പോൾ ഡോക്ടർ പരീക്ഷയൊക്കെ പാസ്സായി ഒരു ഡോക്ടറായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയെ അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ മീനാക്ഷിക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുവാനുമാണ് മമ്മൂക്ക ഓടിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മമ്മൂക്കയും പിന്നെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് വളരെയധികം സന്തോഷമായി ദിലീപിന് മാത്രമല്ല. അതായത് മകളുടെ ഓരോ നേട്ടവും, ഇതുപോലെയുള്ള നേട്ടങ്ങൾ, അവൾ ഓരോ പരീക്ഷ പാസ്സാകുമ്പോഴും അവളെ 14 വയസ്സ് വരെ അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ അവളുടെ അമ്മ, അതായത് മഞ്ജു വാര്യർ, ഒരു വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ജു തീരെ കുട്ടിയുടെ ചെറുപ്പത്തിലല്ല വിട്ടുപോയത്. 8ാം ക്ലാസ്സോളം പഠിക്കുമ്പോഴാണ് മീനാക്ഷിയെ വിട്ടുപിരിഞ്ഞ് മഞ്ജു വാര്യർ ആ വീടിൻ്റെ പടി ഇറങ്ങിയത്. അന്നു മുതൽ മീനാക്ഷി അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ ഇന്നും ഒരു എന്താ പറയുക, അതുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ മകളെ സംരക്ഷിച്ച മഞ്ജു അത് കഴിഞ്ഞതിന് ശേഷവും അവളുടെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ്റെ കൂടെയാണെങ്കിലും എന്നും വിളിക്കുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഏതായാലും ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റൊരാളും കൂടിയുണ്ട്, കുറച്ച് വിഷമത്തോടു കൂടിയുള്ള ഒരാളുണ്ട്. കാരണം എല്ലാ പരിഗണനയും, മീനാക്ഷിയിൽ വരുന്ന എല്ലാ പരിഗണനയും ആദ്യം കിട്ടുന്നത് മഞ്ജുവിനാണ്. അല്ലാതെ ഒരിക്കലും അത് കാവ്യാമാധവന് കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യാമാധവൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള നടിയായിരുന്നു. അതായത് ജനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയാണ്. ഈ മഞ്ജു വാര്യരും ഈ കാവ്യാമാധവൻ, ഈ 2 പേരെയാണ് ജനങ്ങളങ്ങ് ഏറ്റെടുത്ത നടിമാർ. അതുപോലെ തന്നെ സംയുക്ത വർമ്മ, ഇങ്ങനെ കുറച്ച് നടിമാരെ മാത്രമേ ഉള്ളൂ ജനങ്ങളെ ഏറ്റെടുത്തത്. അപ്പം അങ്ങനെ ഈ കാവ്യാമാധവൻ ദിലീപിനെ കല്യാണം കഴിച്ചങ്ങ് ഒതുങ്ങിയപ്പോഴേ എല്ലാവർക്കും കുറച്ചൊരു വെറുപ്പ് വന്നു എന്നുള്ളതാണ്. കാവ്യാമാധവനോട് അത്ര വലിയ ഇഷ്ടമില്ല എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു മീനാക്ഷിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മഞ്ജു കൊണ്ടുപോകുന്നതിൽ ചെറിയൊരു നീരസമൊക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അമ്മയാണ്. അമ്മയെപ്പോലെ ആവില്ല വളർത്തമ്മ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത കഥയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.